48 മണിക്കൂറിൽ സോനം വാങ്ചുക്കിന്റെ മരണം സംഭവിച്ചേക്കും. നിരാഹാര സത്യാഗ്രഹം ഉടനടി അവസാനിപ്പിക്കാൻ അടിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണിത്. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഓരോ ദിവസവും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ കഴിഞ്ഞ ജൂൺ 28 അദ്ദേഹം ആരംഭിച്ച നിരാഹാര സമരത്തിന്റെ 18ാം ദിവസമാണിത്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരൊറ്റ പ്രതിനിധി പോലും സോനം വാങ്ചുക്കുമായി സംസാരിക്കാൻ എത്തിയിട്ടില്ല. അദ്ദേഹത്തെ നിരാഹാരം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടായിട്ടില്ല. പ്രതിഷേധിക്കുന്നവരുമായി സംസാരിക്കുക പോലും വേണ്ടെന്ന് വെക്കാൻ മാത്രം ഈഗോയാണോ കേന്ദ്ര സർക്കാരിന്? ഒരു ജനാധിപത്യ സർക്കാരിന് ഇത്രയും വലിയ അഹങ്കാരം പാടുണ്ടോ? 59 വയസ്സുള്ള ഒരാളുടെ ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിയാൻ സർക്കാരിന് ഇതിനുമേൽ എന്ത് തെളിവാണ് വേണ്ടത്? അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും ഇനി ഈ രാജ്യത്തെ ഒട്ടും ബാധിക്കില്ലെന്ന ആത്മവിശ്വാസമാണോ സർക്കാരിന്? അതോ ജനങ്ങളുടെ പ്രതികരണം ഇനി പ്രസക്തമല്ലെന്ന തോന്നലിലാണോ അധികാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? 18 ദിവസമായി സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില തുടർച്ചയായി മോശമായിക്കൊണ്ടിരിക്കുന്നു. ബ്ലഡ് ഷുഗർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബ്ലഡ് പ്രഷർ താഴ്ന്നുകൊണ്ടിരിക്കുന്നു, ശരീരഭാരം ഏകദേശം 8.5 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ വലിയ ആശങ്കയിലാണ്. ഇനിയും എത്ര ദിവസം ഇങ്ങനെ നിരാഹാരം തുടരാനാകും? അനുയായികൾ മാത്രമല്ല, പ്രതിപക്ഷത്തിൽ നിന്നും ഇപ്പോൾ അഭ്യർത്ഥന ഉയർന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസും മറ്റു രാഷ്ട്രീയ പാർട്ടികളും സോനം വാങ്ചുക്കിനോട് സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടണം എന്ന അനുയായികൾ നിരന്തരമായി നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ഉയരുന്ന ആവശ്യം ഇതാണ്: സർക്കാർ സോനം വാങ്ചുക്കുമായി സംസാരിക്കണം. ഇന്ന് നാം എത്തി നിൽക്കുന്ന സ്ഥിതി എന്താണ്? സർക്കാരിൻ്റെ ശ്രദ്ധ നേടാൻ ഒരു പൗരന് സ്വന്തം ജീവൻ പണയം വെക്കേണ്ടി വരുന്ന അവസ്ഥയിലാണോ നമ്മുടെ രാജ്യം? സർക്കാർ എന്താണ് ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പണം വാങ്ങി മറ്റുള്ളവരെ പരീക്ഷ എഴുതിച്ച സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഡോക്ടർമാരായി മാറേണ്ട, ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട വിദ്യാർത്ഥികളുടെ ഭാവിയുമായി കളിച്ച സംഭവങ്ങൾ. ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇത്ര വലിയ കുറ്റമാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മോദി സർക്കാർ തൻ്റെ ഒരു മന്ത്രിയെപ്പോലും ഇതുവരെ ജന്തർ മന്ദറിലേക്ക് അയക്കാത്തത്? പ്രതിഷേധക്കാരുമായി സംസാരിക്കുക, അവർക്ക് ഉറപ്പ് നൽകുക, ഇതൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതല്ലേ? പക്ഷേ ഇപ്പോൾ ചർച്ച മുഴുവൻ മാറിപ്പോയിരിക്കുന്നു. സർക്കാർ സംസാരിക്കാത്തത് എന്ത് എന്ന ചോദ്യം തന്നെ പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ചോദിക്കാനുള്ളത് സോനം വാങ്ചുക്ക് ഇനിയും എത്ര ദിവസം ഇങ്ങനെ നിരാഹാരം തുടരും? അദ്ദേഹത്തിന് സമരം അവസാനിപ്പിച്ചൂടെ എന്നൊക്കെയാണ്. ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്ത് നിരന്തരമായി സംഭവിച്ചിരിക്കുന്നു. നീറ്റ്, JEE, CUET, CBSE ഇങ്ങനെ നീളുകയാണ് ചോർച്ചയുടെ പട്ടിക. ലക്ഷക്കണക്കിന് കുട്ടികളെ അത് ബാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ വിദ്യാർത്ഥികൾ അതിൻ്റെ പേരിൽ ജീവനൊടുക്കിയിട്ടുണ്ട്. ഇതൊരു സിസ്റ്റത്തിൻ്റെ, ഗവേണൻസിൻ്റെ വീഴ്ചയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. അവർക്ക് വേണ്ടി CJP സമരം തുടങ്ങിയിട്ട് 25 ദിവസമായി. ഇൻസ്റ്റഗ്രാമിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ ചുറ്റിപ്പറ്റി ഒരു കാലത്ത് വലിയ തരംഗമുണ്ടായി. അതിനെക്കുറിച്ച് പാട്ടുകളുണ്ടായി, ആനിമേഷനുകൾ പുറത്തിറങ്ങി, വിപുലമായ ചർച്ചകൾ നടന്നു. പക്ഷേ ആ ജനക്കൂട്ടം ഇപ്പോൾ എവിടെ? ആൽഗരിതം ആ റീച്ചിനെ അടിച്ചമർത്തിയോ? അല്ലെങ്കിൽ ആളുകൾ ഭയന്ന് പിന്മാറിയോ? അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് ഭയപ്പെടുത്തിയോ? ടെലിവിഷൻ ക്യാമറകളിൽ സാധാരണയായി ജന്തർ മന്ദറിലെ സമരവേദി മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്ഥിരമായി ജന്തർ മന്ദറിൽ എത്തുന്നവർ കാണുന്ന മറ്റു പല കാഴ്ചകളുണ്ട്. വേദിയുടെ ഇരുവശത്തുമായി താൽക്കാലിക ഷെഡുകൾ, അവയുടെ താഴെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും വിദ്യാർത്ഥികൾ നിരാഹാര സമരം ഇരുന്നുകൊണ്ടിരിക്കുന്നു. പലരെയും ഇതിനകം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. മറ്റു പ്രതിഷേധിക്കാരും പിന്തുണക്കാനെത്തിയവരുമെല്ലാം ഇതേ സ്ഥലത്ത് രാവും പകലും കഴിച്ചുകൂട്ടുന്നു. കൊടും ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥ. 25 ദിവസമായി അവരവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതത്ര എളുപ്പമൊന്നുമല്ല. അവരുടെ ജീവിതം മുഴുവൻ ഇപ്പോൾ ജന്തർ മന്ദറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സർക്കാരിന് ഇതൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നില്ല. ഇനി യുവാക്കൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ വർഷവും പരീക്ഷാ തട്ടിപ്പുകളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. ഈ യുവാക്കളുമായി സംസാരിച്ച് ഇവിടുത്തെ പരീക്ഷാ സംവിധാനങ്ങൾക്ക് കർശനമായ സന്ദേശം നൽകേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സർക്കാരിനല്ലേ? കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താവും മാധ്യമ പ്രവർത്തനവുമായ സൗരഭ് ദാസ്, അദ്ദേഹം തൻ്റെ അക്കൗണ്ടിലൂടെ രാജ്യത്തെ ജനങ്ങൾക്കുള്ള ഒരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട്. അതിൽ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നോബേലിന് തുല്യമായ റാമോൺ മാഗ്സസെ പുരസ്കാരം നേടിയ ആളാണ് സോനം വാങ്ചുക്ക്. സുഖ സൗകര്യങ്ങളുള്ള ജീവിതം നയിക്കാവുന്ന വ്യക്തി. പക്ഷേ സ്വന്തം ജീവൻ പണയം വെച്ച് അദ്ദേഹം ഇങ്ങനെ നിരാഹാരം ഇരിക്കുന്നത് രാജ്യത്തെ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടിയാണ്. അഴിമതി നിറഞ്ഞ വിദ്യാഭ്യാസ സംവിധാനം തകർത്ത് കളഞ്ഞ അനേകം കുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ജന്തർ മന്ദറിൽ കിടക്കുന്നത്. ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി സ്വന്തം ശരീരവും ഒരുപക്ഷെ സ്വന്തം ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയാണ്. ഇന്ത്യക്ക് ഇത്രയും അഭിമാനം സമ്മാനിച്ച ഒരു വ്യക്തി, സ്വന്തം സർക്കാരിൻ്റെ ശ്രദ്ധ നേടാൻ പട്ടിണി കിടക്കേണ്ടി വരുന്ന ഒരു രാജ്യം, അത് ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സോനം വാങ്ചുക്കിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് അഭിജിത്ത് ദീപ്കെ. എന്താണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കോടിക്കണക്കിന് രൂപ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഓരോരുത്തരും ചെലവാക്കുന്ന നാടാണിത്. ഈ പ്രതിസന്ധികൾ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ കോടികൾ സമ്പാദിച്ച് നാടിനും വീടിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും
മുതൽക്കൂട്ടാവേണ്ടവരായിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത 20-ലധികം വിദ്യാർത്ഥികൾ. അവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി വീതം നഷ്ടപരിഹാരം നൽകണം. അത് ന്യായമാണ്. ഒരു പരീക്ഷ പോലും ചോർന്നു പോകരുത്. ഒരു വിദ്യാർത്ഥിയും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാകരുത്. അതെല്ലാം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അതിവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിക്കായിരുന്നു. അതിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റണം. ആ സ്ഥാനത്ത് കഴിവുള്ള മറ്റൊരാളെ നിയമിക്കണം. പക്ഷേ ഇത്രയും ദിവസമായിട്ടും അതുണ്ടായിട്ടില്ല. പ്രതിപക്ഷ പാർട്ടികളും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യമുയർത്തിയിട്ടുണ്ട്. മെഡിക്കൽ പ്രവേശന പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. CBSE പരീക്ഷകളിലെ മൂല്യനിർണ്ണയ രീതികളെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഒരു ഉത്തരവാദിത്വവും ആരുടെയും മേൽ നിശ്ചയിക്കപ്പെട്ടില്ല. ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചതിന് സിസ്റ്റമാണ് സർ കുറ്റക്കാർ, സർക്കാരാണ് പ്രതി. അതിന് ഉത്തരവാദിയായവർ മാറി നിൽക്കുക തന്നെ വേണം. പക്ഷേ ഇന്ന് ഒരു പൗരൻ്റെ ജീവൻ തന്നെ പണയത്തിലായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ സർക്കാർ കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കണ്ടേ? ഇതേ ജന്തർമന്ദറിലാണ് 2023 ഒളിമ്പിക് മെഡൽ ജേതാക്കളായ വനിതാ ഗുസ്തി താരങ്ങൾ മാസങ്ങളോളം സമരം നടത്തിയത്. അവരോട് എന്തൊക്കെയാണ് ഭരണകൂടം ചെയ്തു കൂട്ടിയത്? അവരെ അപമാനിച്ചു, വലിച്ചിഴച്ചു, പോലീസ് ബലം പ്രയോഗിച്ചു. എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാൾ പോലും അവരുമായി സംസാരിക്കാൻ തയ്യാറായില്ല. നിരാശയായി ഒടുവിൽ ചിലർ ഗുസ്തിയിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. രാജ്യത്തിൻ്റെ ശ്രദ്ധ നേടാൻ വനിതാ താരങ്ങൾ ജന്തർമന്ദറിൽ ഇരുന്ന് പരിശീലനം ആരംഭിച്ചു. കൊടും ചൂടിൽ, മഴയത്ത്, പോലീസ് നടപടികൾ എല്ലാം അവർ നേരിട്ടു. ഓരോ ദിവസവും മാധ്യമങ്ങളോട് അന്ന് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ മുന്നിൽ ഇത്രയും ക്യാമറകളുണ്ട്, ഞങ്ങളുടെ ഓരോ വാക്കും നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വൈകുന്നേരം വാർത്താ ചാനലുകൾ തുറക്കുന്ന സമയത്ത് ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് ഒരു വാർത്ത പോലും നിങ്ങളുടെ ചാനലുകളിൽ കാണാത്തത് എന്തുകൊണ്ടാണ്? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ജന്തർമന്ദറിനും മാധ്യമങ്ങൾക്കുമിടയിലെ ബന്ധം മാറിയിട്ടുണ്ട്. മാധ്യമങ്ങൾ പതിയെ ഗോദി മീഡിയയായി മാറിയിട്ടുണ്ട്. അധികാരത്തോട് ചോദ്യം ചോദിക്കേണ്ട മാധ്യമങ്ങൾ, പക്ഷേ അധികാരത്തെ അസ്വസ്ഥരാക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്ന മാധ്യമങ്ങളായി മാറിയിട്ടുണ്ട്. ജന്തർമന്ദറിലെ പ്രതിഷേധങ്ങളെ അവർ അവഗണിച്ചിട്ടുണ്ട്. കാരണം അവർ പിന്തുണക്കുന്ന സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. സർക്കാരിനോട് ആരും ചോദ്യം ചോദിക്കാൻ പാടില്ല. സർക്കാരിനെതിരായ ചോദ്യങ്ങൾ ജനങ്ങളിൽ എത്താനും പാടില്ല. വല്ലപ്പോഴും ഗോദി മീഡിയ എന്തെങ്കിലും സമരത്തെ റിപ്പോർട്ട് ചെയ്താൽ അത് ആ സമരത്തെ രാജ്യവിരുദ്ധ ഗൂഢാലോചനയുടെ ഭാഗമാക്കിയാണ് അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലപ്പോഴും പ്രതിഷേധ വേദികളിൽ നിന്ന് ഗോദി മീഡിയയെ ആളുകൾ പുറത്താക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ, സ്വന്തം വിശ്വാസത്തെ തിരിച്ചുപിടിക്കാൻ ആ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധി നിരാഹാരമിരുന്ന കാലത്ത് ബ്രിട്ടീഷ് സർക്കാർ പോലും ഗാന്ധിയോട് ഇത്ര ക്രൂരമായി പെരുമാറിയിട്ടില്ല. ഇല്ലാത്ത 2G സ്പെക്ട്രത്തിൻ്റെ പേരിൽ അണ്ണാ ഹസാരെ നടത്തിയ സമരകാലം ഓർക്കുന്നുണ്ടോ? അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സർക്കാരിലെ മന്ത്രിമാർ ജന്തർമന്ദറിലെത്തി പ്രതിഷേധക്കാരുമായി സംസാരിക്കുമായിരുന്നു. രാംലീല മൈതാനത്തേക്ക് പോകുമായിരുന്നു. മന്ത്രാലയങ്ങളിലേക്ക് അവരെ തിരിച്ചു വിളിച്ച് ചർച്ച നടത്തുമായിരുന്നു. ആ സമരത്തിന് 24 മണിക്കൂറും ലൈവ് കവറേജ് ഉണ്ടായിരുന്നു. അന്ന് അണ്ണാ ഹസാരയുടെ സമരത്തിൽ പങ്കെടുത്തവരിൽ പലരും ഇന്ന് മോഡി സർക്കാരിനൊപ്പമുണ്ട്. പക്ഷേ അവരിൽ ഒരാൾ പോലും ഇപ്പോൾ സർക്കാർ സോനം വാങ്ചുക്കുമായി സംസാരിക്കണമെന്ന് പറയുന്നില്ല. ഒരു പൗരൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുകയാണ്. എന്നിട്ടും രാജ്യത്ത് ഒരു ചലനവും കാണുന്നില്ല. ഒരു കാലത്ത് ജന്തർമന്ദറിലെ പ്രതിഷേധങ്ങൾ മാധ്യമങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ഇന്നത് അവരുടെ വിഷയമേ അല്ല. എന്തുകൊണ്ട്? മാധ്യമ സ്ഥാപനങ്ങളുടെ അകത്ത് നിന്ന് തന്നെ ജനാധിപത്യം ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. ഗോഡി മീഡിയ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന സംവിധാനമല്ലേയല്ല, ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള ആയുധമാണത്. സർക്കാരിനും ഗോദി മീഡിയക്കും ഈ ആത്മവിശ്വാസം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇനി അധികാരത്തിൽ തുടരാൻ ജനങ്ങളുടെ പിന്തുണ അത്ര ആവശ്യമില്ലെന്നാണോ ഇവരുടെയൊക്കെ വിശ്വാസം? അണ്ണാ ഹസാരയുടെ സമരത്തിൻ്റെ മാധ്യമ കവറേജ് ഓർക്കുന്നവർ കർഷക സമരകാലവും ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നാവും. അന്ന് ഗോദി മീഡിയ സമരത്തിലുണ്ടായിരുന്ന കർഷകരെ തീവ്രവാദികളായാണ് ചിത്രീകരിച്ചത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം വിസ്മരിക്കപ്പെട്ടതാണ്. ആ സമരത്തെ എത്രമാത്രമാണ് അപമാനിച്ചത്? ഡൽഹി അതിർത്തികളിൽ വൻ ഇരുമ്പാണികൾ അടിച്ചില്ലേ? മുള്ളുവേലികൾ സ്ഥാപിച്ചില്ലേ? ട്രാക്ടറുകൾ കടക്കാതിരിക്കാൻ റോഡുകൾ കുഴിച്ചു മറിച്ചില്ലേ? കർഷകർ ഡൽഹിയിൽ പ്രവേശിക്കാതിരിക്കാൻ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തി? എന്നിട്ടും 1 വർഷവും 3 മാസവും കർഷകർ അതേ അതിർത്തിയിൽ തുടർന്നു. സംസാരിക്കുമെന്ന പേരിൽ സർക്കാർ പല നാടകങ്ങളും കളിച്ചു. പുതിയ കർഷക നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവന്നു. സുപ്രീം കോടതി സമിതി രൂപീകരിച്ചു. പക്ഷേ കർഷകർക്ക് ഈ കളികളെല്ലാം വ്യക്തമായിരുന്നു. അവർ സമരത്തിൽ നിന്ന് പിന്മാറിയില്ല. അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാപ്പ് പറയേണ്ടി വന്നു. 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കപ്പെട്ടു. കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർമന്ദറിൽ സമരം ചെയ്യവേ പല സംശയങ്ങളും ഉയർന്നിരുന്നു. ഇപ്പോഴും പലരും പലതും പറയുന്നുണ്ട്. ഇവരുടെ പിന്നിൽ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ചോദ്യം അതായിരുന്നു. സർക്കാർ ഇതുവരെ സോനം വാങ്ചുക്കുമായി സംസാരിക്കാത്തത് എന്തുകൊണ്ട് എന്നതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. അവഗണിച്ചാൽ തേഞ്ഞു മാഞ്ഞു പോകുമെന്നാണോ സർക്കാരിൻ്റെ വെപ്പ്? 25 ദിവസമായി തുടരുകയാണ് സമരം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സമരത്തിൻ്റെ ന്യായ സാധുത തെളിയിക്കുന്നത് അത് തന്നെയാണ്.
മാധ്യമങ്ങൾ ഈ സമരത്തെ അവഗണിച്ചു. സർക്കാർ ഒരു പരിഗണന പോലും നൽകിയില്ല. പക്ഷേ അവർ സമരം തുടരുകയാണ്. ഈ സമരത്തിൽ നിന്ന് അകലം പാലിക്കുന്നതിലൂടെ പൊതുജനങ്ങളാകട്ടെ മാധ്യമങ്ങളാകട്ടെ അറിയാതെ തന്നെ സർക്കാരിന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യപേപ്പർ ചർച്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് സർക്കാരിന് എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറാൻ അവസരം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. വർഷങ്ങളായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും ഇന്നുവരെ ആരുടെയും ഉത്തരവാദിത്തം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ജൂലൈ 11 തൻ്റെ നിരാഹാര സമരത്തിൻ്റെ 14-ാം ദിവസം സോനം വാങ്ചുക് പറഞ്ഞു, ഞാൻ വളരെ ദുർബലനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതൊരു വാചകം മാത്രമായിരുന്നില്ല, അത് യാഥാർത്ഥ്യമായിരുന്നു. ഓരോ ദിവസവും വീഡിയോയിലൂടെ ആളുകളുമായി സംസാരിച്ചിരുന്നു സോനം വാങ്ചുക്. BJP അനുഭാവികളോട് പോലും സോനം വാങ്ചുക് ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടിയെ ശരിയായ വഴിയിൽ നിർത്തണം, തെറ്റിന് തെറ്റെന്ന് പറയാൻ നിങ്ങൾ മടിക്കരുത്. പക്ഷേ നിലനിൽക്കുന്ന ചോദ്യം സോനം വാങ്ചുക് ഇനി നിരാഹാരം അവസാനിപ്പിക്കണോ എന്നതാണ്. അദ്ദേഹം ഒരിക്കലും തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. സർക്കാരാണെങ്കിലോ സംസാരിക്കാനും തയ്യാറല്ല. ഇങ്ങനെയെങ്കിൽ ഇനി എന്താണ് വഴി? പ്രതിഷേധക്കാരുമായി സർക്കാർ സംസാരിച്ചാൽ ഈ രാജ്യത്തെ ഏത് ആകാശമാണ് തകർന്നു വീഴുക? ലോകത്തിലെ എത്രയോ ജനാധിപത്യ രാജ്യങ്ങളിൽ പാർലമെന്റിന് മുന്നിൽ സാധാരണക്കാർക്ക് പ്രതിഷേധിക്കാൻ അവസരമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ സാധാരണ പൗരന് പാർലമെന്റിന് സമീപം എത്തുക എന്നതുപോലും ബുദ്ധിമുട്ടാണ്. ജൂലൈ 20 പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന ദിവസം പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് സോനം വാങ്ചുക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സാധ്യമാണോ എന്ന് ചോദിക്കുന്നവരോട് സോനം വാങ്ചുക് തന്നെ ഇത്രയേ പറയുന്നുള്ളൂ. ലോകത്തിലെ മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും പാർലമെന്റ് എന്നാൽ അത് ജനങ്ങളുടേതാണ്. ജനങ്ങൾക്ക് അതിൻ്റെ മുന്നിലെത്താം, പ്രതിഷേധിക്കാം, അവകാശമുണ്ട്. കാരണം ജനാധിപത്യത്തിൽ പാർലമെന്റ് ജനങ്ങളുടേതാണ്. അങ്ങനെയിരിക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് അത് അസാധ്യമാവുക? നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദം 19 സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം നമുക്ക് നൽകുന്നുണ്ട്. പ്രതിഷേധങ്ങളില്ലാതെ ഒരു ജനാധിപത്യത്തിനും ജീവിക്കാൻ കഴിയില്ല. ജന്തർ മന്ദറിൽ സോനം വാങ്ചുക്കിന് പിൻവാങ്ങേണ്ടി വന്നാൽ തോൽക്കുന്നത് അദ്ദേഹം മാത്രമായിരിക്കില്ല, CJP മാത്രമായിരിക്കില്ല. ജനങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന സമരമാണ് തോൽക്കുക. ഇതിനു മുമ്പും സോനം വാങ്ചുക് ലഡാക്കിൽ നിന്ന് ഡൽഹി വരെ പദയാത്ര നടത്തിയിരുന്നു. 2024 സെപ്റ്റംബർ 1 ആ യാത്ര ആരംഭിച്ചു. സെപ്റ്റംബർ 30 ഡൽഹിയിലെത്തി. അവരുടെ ആവശ്യങ്ങൾ അന്ന് വ്യക്തമായിരുന്നു. ഹിമാലയൻ മേഖലയെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് സംരക്ഷിക്കണം. ലഡാക്കിന് ഭരണഘടനയുടെ 6-ാം പട്ടിക പ്രകാരം പ്രത്യേക പദവി വേണം. പക്ഷേ ഡൽഹിയിലെത്തുന്നതിന് തൊട്ടുമുമ്പ് സെപ്റ്റംബർ 30 രാത്രി സോനം വാങ്ചുക്കിനെയും അദ്ദേഹത്തിൻ്റെ 150 സഹയാത്രികരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 ദിവസം അവർ തടങ്കലിലായിരുന്നു. ആ സമയത്തും അവർ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരാഹാരം തുടർന്നു. ഒക്ടോബർ 2 അവരെ വിട്ടയച്ചു. അവർ രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. പക്ഷേ അപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാൾ പോലും അവരെ കാണാനെത്തിയില്ല. ക്ഷയിക്കുന്നത് സോനം വാങ്ചുക്കിൻ്റെ ആരോഗ്യം മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ വില്ലനാക്കുകയും ഉത്തരവാദിത്വം നിറവേറ്റാത്തവനെ നായകനാക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ആരോഗ്യമാണ് തകരുന്നത്.